അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം അബ്ദുറഹ്മാൻ സലഫിയോടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ത്തിൻ്റെ ലെറ്റർ പേഡും കാര്യങ്ങളും ഉപയോഗിച്ച് സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് പണം പിരിച്ചെടുത്തു എന്ന് വ്യാപകമായൊരു ആരോപണമുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോ ഇല്ലേ എന്നുള്ളത് പറയാം. പക്ഷെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാന്ന് പറഞ്ഞാൽ അതിന് അബ്ദുറഹ്മാൻ സലഫി സ്വന്തം പേരിൽ പണപ്പിരിവ് നടത്തി എന്നത് അതിന് മറുപടിയല്ല. കാരണം ഈ പ്രചരണമൊക്കെ ഇതിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചോദ്യകർത്താവിനോടുമല്ല. കാരണം ഈ ഇത് പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകൾ ഇതിന് ബദലായിട്ടാണ് അത് വെക്കുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ച് സംഘടനയുടെ സമ്മതമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഒരു കത്ത് എഴുതിയിട്ടില്ലെന്ന് വരെ. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആണ് സാധാരണ ലെറ്റർ പേഡ് ഉപയോഗിക്കൽ. ഞങ്ങളൊക്കെ സെക്രട്ടറിമാരായ ഞങ്ങൾ പോലും ഒരു കത്ത് ആ ലെറ്റർ പേഡിൽ ഉപയോഗിച്ച് എഴുതി കൊടുക്കുന്ന പതിവ് എനിക്കിപ്പോൾ ഞാൻ സെക്രട്ടറി ആയതിൻ്റെ ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ വിദേശത്ത് സമ്മേളന ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ കയ്യിൽ ലെറ്റർ പേഡ് തരാൻ വേണ്ടി കുറച്ച് ലെറ്റർ പേഡ് എടുത്ത് അതിൽ ഒപ്പും സീലും ഇട്ട് AP അബൂബക്കർ മാഷുള്ള അന്നാണ് പിന്നെ എന്നോട് എഴുതി കൊടുക്കാൻ ഇത്ര ലെറ്റർ പേഡ് കൈപ്പറ്റി എന്ന് എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇത്ര വരെ എനിക്കറിയാം. അപ്പം മൗലവി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു സംഘടനൻ്റെ ലെറ്റർ ഹെഡ് ഒപ്പും സീലും വെച്ച് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും പിടിച്ചാൽ നമുക്കിതാ ഞാൻ കൊടുത്തയച്ചതാണ് എന്ന് പറയാനുള്ള രേഖയ്ക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചു വെച്ചത്. അത്ര സൂക്ഷ്മത ഇതൊന്നും നിലയൊന്നല്ല. പണ്ട് ഞാൻ ആദ്യം സെക്രട്ടറി ആയ ആ സമയത്ത് മടവൂരിൻ്റെ പ്രശ്നം ഉണ്ടായ ആ സന്ദർഭത്തിൽ അവിടെ പോകുമ്പോൾ സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ചിലപ്പോൾ ചില സംഗതികൾ എഴുതി കൊടുക്കേണ്ടി വന്നാൽ എന്നുള്ള നിലക്കാണ് അത് തന്നിട്ടുണ്ടായത്. അത്ര സൂക്ഷ്മത പുലർത്തുന്ന ഒരു കാര്യം ആണ് അത്. അതുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ അറിയാം. ഈ പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ ഞാൻ ഏതെങ്കിലും ഒരാളോട് എന്നെ സാമ്പത്തികമായി സഹായിക്കണം എന്ന് വാക്കാൽ ആവശ്യപ്പെടുകയോ ഞാൻ അങ്ങനെ ഒരു അപേക്ഷ KNMൻ്റെ ലെറ്റർ പേഡിലോ എൻ്റെ ലെറ്റർ പേഡിലോ ഒരു സാധാരണ കടലാസിലോ ഞാൻ എഴുതി കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ പേരിലുള്ള ശുദ്ധമായ ആരോപണമാണ്, കള്ളമാണ്. രണ്ടാമത്തെ സംഗതി, ഈ പറഞ്ഞ സംഭവം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അറിയാത്ത ഒരു കാര്യമാണ്. ഒരു ദിവസം സുഹൈർ ചുങ്കത്തറയുടെ പിതാവ് മരിച്ച ദിവസം മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് കോളേജിലേക്ക് ഒരു ബൈക്കിൻ്റെ ബാക്കിലിരുന്ന് പോകുമ്പോൾ അരീക്കോടുള്ള NV സക്കരിയ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേരിലൊരു പുതിയ ആരോപണമുണ്ട്, അതിന് കേട്ടിട്ട് ഞെട്ടണ്ടെന്നുള്ള നിലക്ക് പറയാണ്. എന്താണെന്ന് ചോദിച്ചു. സാമ്പത്തിക ആരോപണമാണ്. ഞാൻ എന്താ പറയും. അപ്പം ഇതിനി മറ്റോലാരെങ്കിലും പറഞ്ഞു കേൾക്കും. അപ്പോൾ മടവൂർ വിഭാഗത്തിൻ്റെ ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ ഈ കത്ത് അവർ വായിക്കും, ഈ സംഗതി അവർ പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വായിക്കാൻ പറഞ്ഞു. എവിടുന്നാണ് കിട്ടിയത്? PT വീരാൻകുട്ടി സുല്ലമി കൊടുത്തതാണ്. പിന്നെ അബ്ദുൽ ലത്തീഫ് കരുമ്പലാക്കലിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കൊടുത്തത്. ഇന്നത്തെ അവരെ പ്രസംഗത്തിലാണ്. അപ്പോൾ അതെനിക്ക് വായിച്ചു തന്നു. അപ്പോൾ ഈ കത്ത് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് മൗലവി അബ്ദുറഹ്മാൻ ഈദാൻ എന്ന് പറയുന്ന സൗദിയുടെ ആവശ്യപ്രകാരം ഒരു അമീറിന് എഴുതി കൊടുത്ത ഒരു കത്താണ്. ആ കത്തിൽ അഷ്റഫ് മൗലവി എന്നെപ്പറ്റി എഴുതുകയാണ്. ഇങ്ങനെ ഒരു കത്ത് അഷ്റഫ് മൗലവി എഴുതിയ വിവരം അഷ്റഫ് മൗലവി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അഷ്റഫ് മൗലവിയോട് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം അയാളോട് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ അബ്ദുറഹ്മാൻ ഈദാനോടും എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അയാളോട് ഒരു കത്തും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അയാൾ സ്വകാര്യമായി അഷ്റഫ് മൗലവിയോട് ഒരു കത്ത് എഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുകയും രണ്ടുപേരും ഞാൻ അറിയാതെ ആവശ്യപ്പെടുകയും എഴുതി കൊടുക്കുകയും ചെയ്തതാണ്. ഇതാണ് ആ കത്ത്. ഈ സംഭവം ഞാൻ അറിയുന്നത് NV സക്കരിയ എനിക്കിത് വായിച്ചു തരുമ്പോൾ മാത്രമാണ്. ഇത് വായിച്ചു കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കുണ്ടായ ഷോക്ക്. ഞാൻ ബൈക്കിലാണ് ഇരിക്കുന്നത്. താഴെ ഇറങ്ങുമ്പോൾ ഞാൻ വീണുപോയി. ആ സമയത്ത്
നേരെ ഓഫീസ് റൂമിൽ കയറി ഉള്ളിൽ നിന്ന് കുറ്റിയെടുത്ത് അരമണിക്കൂർ സമയം ഞാൻ കരഞ്ഞ് പിന്നെ ഇരിക്കുന്ന അബ്ദുൾ റസാഖ്, നിങ്ങളുടെ നാട്ടുകാരൻ അബ്ദുൾ റസാഖ് കൊടുവള്ളിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശബ്ദമടറി കരഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ രണ്ടിലൊരാളെ വിളിച്ച് എനിക്ക് അതിൻ്റെ വിവരം തരണം. അപ്പോൾ എന്താ സർ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, ഞങ്ങൾക്ക് ധൈര്യം തരുന്ന ആളല്ല, നിങ്ങളെന്താണ്? ഞാൻ പറഞ്ഞു, ഇപ്പം എന്നോടൊന്നും പറയണ്ട, എനിക്ക് ഇവരെ രണ്ടിലൊരാളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ കത്തിൻ്റെ രഹസ്യം എന്നുള്ളത് അറിയണം, അതറിഞ്ഞിട്ട് എനിക്ക് ബാക്കി സംസാരമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, ഈദാങ്ങളെ വിളിക്കും, അയാൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈദാൻ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ക്ഷമിക്കണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ, ഖുൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഖുൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹ് മതി, നമ്മളെ കാര്യം ഏൽപ്പിക്കാൻ അല്ലാഹ് മതി എന്ന് പറയണം, പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം. ദാഴിമാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകും, എന്നെപ്പറ്റി ഇങ്ങനത്തെ ഒരു പാട് ആരോപണം ഇവിടെ ഉണ്ട്, ഞാനതൊക്കെ ക്ഷമിച്ച് നടക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഇനി ഈ കൂട്ടത്തിലുള്ള ഒരു സംഭവം കൂടി ബാക്കി അബ്ദുൾ റസാഖാണ് പറയേണ്ടത്. എനിക്ക് നാട്ടിൽ നമ്മുടെ ചില സഹപ്രവർത്തകന്മാരിൽ നിന്ന് ഉള്ള എന്നെ ഒറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും എനിക്കെതിരിൽ ഏതാനും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുമുണ്ട്. ഞാനിത് നേതൃത്വത്തോടും നേരത്തെ പറഞ്ഞിട്ടില്ല, നിങ്ങളെപ്പോലുള്ളവരോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുമില്ല. എൻ്റെ അടുത്ത സുഹൃത്ത് ഞങ്ങളൊരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് ജബ്ബാറിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുപോലത്തെ അടുപ്പുള്ള ആളുകളോട് പോലും ചർച്ച ചെയ്യാറില്ലാത്തൊരു കാര്യമാണ്. ഞാൻ തൽക്കാലം നാട് വിട്ടു പോകട്ടെ, എനിക്കും വ്യക്തിപരമായി സാമ്പത്തിക പ്രയാസം എനിക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില മോഹങ്ങളുണ്ട്, ഇതിനെനിക്ക് പൈസ ആവശ്യമാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനാണ്, അതിന് സാമ്പത്തിക ബാധ്യത ഏറെയുള്ളത്. ഇങ്ങനെ വിഷമിച്ച് ഞാൻ ഈ രംഗത്ത്, സംഘടനാ രംഗത്തും സ്ഥാപനത്തിനു വേണ്ടിയും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇനി മതി, എൻ്റെ പ്രവർത്തനത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, ഇനി ഞാൻ എൻ്റെ കുട്ടികളെയും കുടുംബവും നോക്കി പരിമിതമായ ദഅ്വാ പ്രവർത്തനങ്ങളുമായി പോവാം എന്നുള്ള നിലക്കാണ് ഞാൻ വിദേശത്ത് ബന്ധപ്പെട്ടൊരു വിസ സമ്പാദിച്ചത്. അങ്ങനെ ഞാൻ പോവാനൊരുങ്ങി. പക്ഷെ ഇവിടുന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. എയർപോർട്ട് ബോർഡിംഗ് പാസ് എടുത്ത് സ്വസ്ഥമായി ഇരുന്നതിൻ്റെ ശേഷം ഞാൻ എ പിക്ക് ഫോൺ ചെയ്തു. ടീപ്പിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എ പിക്ക് ഞാൻ ഫോൺ ചെയ്തു, സർ ഞാനൊന്ന് റിയാദ് പോകുന്നുണ്ട്, എപ്പോഴാണ് തിരിച്ചു വരിക? പക്ഷേ ഞാൻ പറയാതെ ഓരോക്കെ അത് അറിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ വരുന്നത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞു. പിന്നെ മൗലവി കുറച്ച് പ്രയാസം പറഞ്ഞു, ഏതായിരുന്നാലും പോയിട്ട് വേഗം തിരിച്ചു വരാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ റിയാദ് ഇസ്ലാഹി സെൻ്റർ പ്രസിഡന്റ് ഇവിടെ പിന്നെ സലീമുണ്ട്, അബ്ദുസലാം സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തരുത്, ഞാൻ നാട്ടിലുണ്ടാണെന്നുള്ള മൗലവിൻ്റെ ഒരു ആഗ്രഹം മൗലവി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ചെന്ന് 2-3 മാസം എനിക്കൊരു ജോലി കണ്ടെത്തണമെന്നാണ്. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു. ഇയാൾ എന്നോട്, ആളെ എവിടുന്നോ അത് അറിഞ്ഞിട്ടും ചോദിച്ചു, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, വുജൂദുക ഫീ കേരള കേരളത്തിലാണ് എൻ്റെ സാന്നിധ്യം ഏറ്റവും ഉപകാരം, ഇത് അവിടെ തന്നെ വേണ്ടതെന്നൊരു ഒരക്ഷരം ഞാൻ അയാളോട് മിണ്ടിയില്ല, ഒരക്ഷരക്കാമ ഞാൻ അയാളോട് മിണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞില്ല ഞാൻ. പിന്നെ ഞാൻ അവൾ പോരാനുള്ള സമയത്ത് ഇയാൾ എന്നെ വിളിച്ചിട്ട് ലേശം പൈസ കൊണ്ടുപോകണം എന്നാണ്. അപ്പം ചിലപ്പോൾ അയാളെ കൂടെ നമ്മൾ പിരിവ് നടത്തുമ്പോൾ കിട്ടിയ കാശ് അദ്ദേഹം തരാറുണ്ട്, അത് സ്ഥാപനത്തിൻ്റെതാണ്, അത് കൊടുക്കാറുണ്ട്. മദീനത്തുൽ ഉലൂമിന് പിരിച്ച് കത്ത് കൊടുത്തത് കിട്ടുമ്പോൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്തിനുള്ള പൈസയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇന്നതിന് പറയുന്നില്ല. അപ്പോൾ ആ പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ നാട്ടിൽ വന്നു. പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു പോയി. പിന്നെയും 2-3 മാസം നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് വീണ്ടും ഇദ്ദേഹം എന്നോട് കാശ് വാങ്ങാൻ പറഞ്ഞു. ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങാതെ തിരിച്ചു പോന്നു. 3-ാം തവണ ഇതുപോലെ ഞാൻ പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ ഒരു സദസ്സിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളി, എന്തും പറഞ്ഞോളി. ഞാൻ ഒരു കള്ളത്തരോ ഒരു കള്ളപ്രവർത്തനോ ഒരു മാന്യമല്ലാത്തതോ ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇനി വിഷമമുള്ളൂ. മൊത്തത്തിൽ നാണക്കേടായ കാര്യങ്ങളാണ് ഈ ജാതി ചർച്ചകൾ എന്നുള്ളത് ശരിയാണെങ്കിലും ഏത് ഇത്തരം ആരോപണം ആര് പറഞ്ഞാലും
ധൈര്യമായി അതിന് മറുപടി പറയാനും തെളിവുകൾ നിരത്താനും ഞാൻ സന്നദ്ധനാണ്. എനിക്കതിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത്. അതല്ല, ഞാൻ പറഞ്ഞ ഈ വാദം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, അത് അനുവദനീയമാണ്, ചെയ്യാവുന്നതാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗം നിർത്തി ജീവിതം അവസാനിപ്പിച്ച് പരി പോയിരിക്കും ചെയ്യാം. വാദം അതാണ്. നേരെ മറിച്ച് ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഇതോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ സംഘടനയുടെ ലെറ്റർ ഹെഡിൽ എൻ്റെ ആവശ്യത്തിന് പണം പിരിവ് നടത്താൻ ഞാൻ എഴുതിയത് ആരെങ്കിലും കള്ളത്തരം ചെയ്യല്ലാതെ അള്ളാനെ സാക്ഷി നിർത്തി നിങ്ങളെ മുമ്പാകെ എവിടുന്നും ഇന്ന് വരെ അങ്ങനെ ഒരു കത്ത് ലെറ്റർ പേഡിലോ അല്ലാത്തതിലോ ഞാൻ എഴുതിയിട്ടില്ല എന്ന് തീർച്ച എനിക്ക് പറയാൻ കഴിയും. മൂന്നാമത്തെ പ്രാവശ്യം ഇതേപോലെ ഞാൻ പോരാൻ സമയത്ത് തലേന്ന് തന്നെ വിളിച്ചിട്ട് എത്ര മണിക്കാണ് ഫ്ലൈറ്റ് പോകണമെന്ന് വെച്ചാൽ ഞാൻ 8 മണിക്ക് റൂമിൽ നിന്ന് പോകും. എന്നാൽ ഞാൻ രാവിലെ അവിടെ വരും. ഒരു കുട്ടി അറിയരുത് ഞാൻ തരുന്ന ഈ പൈസ, അത് വാങ്ങിയേ പറ്റുള്ളൂ. പിന്നെ അവിടെ ഇല്ല, എന്നെ നിൻ്റെ ഒരു അഹായിട്ട് സഹോദരനായിട്ട് കണ്ടിട്ടില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വരുന്നതും ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരുന്നതും പരസ്പരം ഈ സഹകരണം അതുകൊണ്ടല്ലേ. എന്നാൽ ഒരു സഹോദരനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സഹോദരൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് സ്വീകരിക്കില്ല, അതുമായിട്ടുണ്ട് വരരുത്. 8 മണിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ട ഞാൻ 6 മണിക്ക് പരപ്പനങ്ങാടി അബ്ദുൽ വഹാബിനെ വിളിച്ച് 6 മണിക്ക് എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിടണം. ഇയാൾ വരരുത്, വന്നാൽ എന്നെ കാണരുത് എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ പോന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു സംഖ്യ അബ്ദുൾ റസാഖിനെ ഏൽപ്പിച്ചു. അതിൻ്റെ കാര്യം പണ്ട് ഉമർ ബിൻ ഖത്താബ് ഒരു വലിയ കുപ്പായിട്ടപ്പോൾ ചോദിച്ചല്ലോ, ഞാൻ ഉമറിനെ പോലത്തെ ആളായിട്ടല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്താ ഞങ്ങൾക്കൊക്കെ തന്ന അളവ് കുപ്പായല്ലേ നിങ്ങൾക്കും, പിന്നെന്താ അത്ര വലിയ കുപ്പായ എവിടുന്ന് കിട്ടി വെച്ചപ്പോൾ അബ്ദുള്ള അതിന് മറുപടി പറയാറുള്ളൊരു സംഭവമുണ്ട്. കാരണം എന്താ, മകൻ അബ്ദുള്ളൻ്റെ കുപ്പായ ശീലം കൂടി കൂട്ടിയിട്ട് വാപ്പ വലിയ തടിയുള്ളത് കൊണ്ട് ഒരാൾക്കുള്ള ശീലം കൊണ്ട് കുപ്പായം തുന്നാൻ കഴിയൂല, അതുകൊണ്ട് മകൻ്റെയോടും കൂടി കൂട്ടി തുന്നിയതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളെ നാട്ടുകാരൻ തന്നെയാണ് ഇതിൻ്റെ ഒന്നാം സാക്ഷി. അതുകൊണ്ട് അദ്ദേഹം അത് പറയട്ടെ, അത് പറഞ്ഞ് ഞാൻ അവസാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഒന്നാം സാക്ഷി മാത്രമല്ല, ഞാൻ ഒന്നാം പ്രതിയുമാണ്. ഇതിൽ ഒന്നാമത്തെ പ്രതി ഞാനാണ്. ഇത് നടന്നിട്ട് ഏറെക്കുറെ കുറേ കാലമായി. എൻ്റെ കണ്ണിൻ്റെ മുമ്പിലൂടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ. ഈ 3 അറബി കത്തുകൾക്ക് ക്യാൻസർ 1, ക്യാൻസർ 2, ക്യാൻസർ 3 എന്നൊക്കെ പേരിട്ടുകൊണ്ട് നമ്മളുടെ സലഫി കുട്ടികൾ ലോകത്താകെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ഈ രൂപത്തിൽ കള്ളപ്രചാരം നടത്തിയത്. ഇതൊന്ന് വിശദീകരിക്കാൻ, എവിടെയെങ്കിലും ഒന്ന് പറയാൻ പലയിടത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പൊതുവായ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, നിങ്ങളെ സാക്ഷി നിർത്തി, ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണോ പറയുന്നത് അതിന് ഞാൻ ഉത്തരവാദിയാണ് എന്ന് കൃത്യമായ ബോധത്തോടു കൂടി. മാത്രവുമല്ല, ഞാൻ എൻ്റെ ഈ വിശദീകരണത്തിൽ 1-2 പേരുകൾ പറയും. അറബ് ലോകത്തുള്ള അവരും ഈ എൻ്റെ ഈ വിശദീകരണം നാളെയോ മറ്റന്നാളോ വ്യക്തമായി കേട്ട് മനസ്സിലാക്കും എന്ന ബോധത്തോടു കൂടി ഞാനത് വിശദീകരിക്കാം. ഞാനാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി. ഇവിടെ പറഞ്ഞല്ലോ, അബ്ദുറഹ്മാൻ സലഫി അവിടെ വന്നപ്പോൾ എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത്? സാധാരണ വിസിറ്റിംഗ് വിസയിലാണ് നേതാക്കന്മാർ വരാറുള്ളത്, അബ്ദുറഹ്മാൻ സലഫിയും വരാറുള്ളത്. ഒരിക്കൽ വന്നപ്പോൾ ഇക്കാമയാണ്. ഇക്കാമൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഷെയ്ഖ് ചോദിക്കുകയാണ് അബ്ദുറഹ്മാൻ സലഫിയോട്, എന്തിനാണ് ഇക്കാമയിൽ വന്നത്? അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഈ ഷെയ്ഖ് നമ്മെ അറിയുന്ന, കേരള നദവത്തുൽ മുജാഹിദീനെ ശരിക്കറിയുന്ന, നമ്മളെ വലിപ്പവും നമ്മളെ പ്രവർത്തനങ്ങളും അറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ അറിയുന്ന ഒരാൾ അയാൾക്ക് മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് അദ്ദേഹം എന്നെ സമീപിച്ചു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഷെയ്ഖ് അബ്ദുറഹ്മാൻ, എന്തിനാണ് സൗദി അറേബ്യയിൽ നിന്നെപ്പോലെ ജോലി ചെയ്യാൻ ഇക്കാമയിൽ വന്നത്? അപ്പം ഞാനിങ്ങനെ ഒന്നും ഉണ്ടാകുന്നു. അദ്ദേഹം ഇവിടെ വരേണ്ട ആളല്ലല്ലോ, അദ്ദേഹം നാട്ടിൽ കേരള നദവത്തുൽ മുജാഹിദിനെ നേതൃത്വം കൊടുക്കേണ്ട ആളല്ലേ, നമ്മളെ സലഫി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളല്ല, അവിടെ കണ്ടിയാലേ ഇവിടെ ജോലി ചെയ്യാൻ വരേണ്ട ആൾ എന്താണ്? അപ്പം ഞാൻ അതിനൊന്നും വേണ്ടിയില്ല. എന്നിട്ട് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫിക്ക് ചില പ്രയാസങ്ങൾ നാട്ടിലുണ്ട്, ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പല രൂപത്തിലുണ്ട്. അദ്ദേഹം ആ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, കാരണം ഇതിനെ ഇദ്ദേഹത്തിനൊരു വിശദീകരണം കൊടുക്കണമല്ലോ.
അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാവും. ഞങ്ങളൊക്കെ വരുന്നത് പോലെ അദ്ദേഹം ഇക്കാമയിൽ ജോലിക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളോ കടങ്ങളോ വല്ലതുണ്ടെങ്കിൽ അദ്ദേഹം അത് ജോലി ചെയ്ത് വിട്ടട്ടെ. നമ്മളിവിടെ നല്ല എന്തെങ്കിലും ഒരു ജോലി ശൈഖ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. എന്നിട്ട് ഞങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിന് വല്ല ഇസ്ലാമിക് മിനിസ്ട്രിയിലൊക്കെ ഒരു നല്ല ജോലി നിങ്ങൾ ശരിയായി കൊടുത്താൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാഹി സെൻ്ററുകൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ഞാൻ അവിടെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പം അദ്ദേഹം എന്നോട് ഒരു വസിയത്ത് ചെയ്തു, അബ്ദുറസാഖ്, പണ്ഡിതന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അബ്ദുറസാഖ് നീയും ഞാനും ഏറ്റെടുക്കണം. പണ്ഡിതന്മാരെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ പറഞ്ഞേക്കണം. അത് ഇജ്ജ് അംഗീകരിക്കുന്നുണ്ട് ചോദിച്ചു. അപ്പം എനിക്കത് അംഗീകരിക്കാമല്ലോ, ഞാൻ തീർത്തും അംഗീകരിക്കുന്നുണ്ട് ഷെയ്ഖാറിന്. ഓക്കെ, എങ്കിൽ ഞാൻ നിന്നെ സമീപിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞതാ. പിരിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം, കുറേ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജിദ്ദയിൽ വന്നു. ഞാൻ ഓഫീസിലാണ്. ജിദ്ദയിൽ വന്നിട്ട് സമീപിച്ചത് അബ്ബാസാക്കനാണ്, നിങ്ങളെയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന അബ്ബാസാക്കനെയും പരിയപ്പറങ്ങാടി അമീതാക്കനെയും. അപ്പം നിങ്ങളാണ് എന്നോട് പറഞ്ഞത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാന് നിങ്ങളെ കണ്ടേ പറ്റൂന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നെന്തിനാ കാണുന്നത്? സാധാരണ എന്നെ കാണൽ മൂപ്പർക്ക് അദ്ദേഹത്തിന് വല്ല പിന്നെ ഡ്രൈവർ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് അതിന് നിങ്ങളുണ്ടല്ലോ. ഞാൻ ഓഫീസിൽ ഒരല്പം തിരക്കാണ്. അല്ല, നിങ്ങളെ കണ്ടേ പറ്റൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ എയർപോർട്ടിലൊന്ന് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഞാൻ വരേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ ഇവരോടും അദ്ദേഹത്തോടും ചോദിക്കുക. അല്ലല്ല, വിഷയം ഉണ്ടെന്നൊരു കയറ്റാണ്. എന്നിട്ട് എയർപോർട്ടിലേക്ക് ഞാൻ എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ബഹുവന്ധ്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ എൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, നീ ഓർക്കുന്നുണ്ടോ ഞാൻ നിന്നോടൊരിക്കൽ പണ്ഡിതന്മാരുടെ പ്രയാസങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്നും പണ്ഡിതന്മാരെ നാട്ടിൽ പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കാൻ വിടണമെന്നും പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ശരിയാണ്. അപ്പം നമ്മൾ പറഞ്ഞില്ല, ആ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കണം. അത് എൻ്റെ അടുത്ത് അതിനൊരു സാമ്പത്തിക സഹായം ഞാൻ ഒരു ഉന്നതനായ ഒരാളെടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കത് സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത്. കാരണം നദ്വത്തുൽ മുജാഹിദിൻ്റെ ഇത്തരം പ്രയാസങ്ങൾ എന്തെങ്കിലുമുള്ള പണ്ഡിതന്മാർക്ക് എന്തിനാണ് അവരവിടെ പിന്നെ സൗദിയിൽ ഇക്കാമക്ക് വരുന്നത്? നാട്ടിൽ എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് വീഴട്ടെ. ഞാൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തോട് മാഷാ അല്ലാ ഷെയ്ഖെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യൂ, വേറെ ഒരു അറബി ഷെയ്ഖും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ കൈകാര്യം ചെയ്യൂല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആ കാശ് നീ എത്തിച്ചു കൊടുക്കുക അബ്ദുറഹ്മാൻ സലഫിക്ക്. ഒരു പൊട്ടനായിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. കാരണം എനിക്ക് ആ രൂപത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെ ആ നിമിഷം വരെ അങ്ങനെ അറിയില്ല. ഞാനൊരു പൊട്ടനായിക്കൊണ്ട് തീർച്ചയായും ഷെയ്ഖ് ഞാനത് ഞാൻ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ എന്നോട് പറഞ്ഞു, എന്നാലും ഒരു ബൂഫിയയിൽ നിർത്തി. ബൂഫിയ ഒരു ചായ കുടിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ബൂഫിയെ കയറി. എന്നിട്ട് എൻ്റെ ഇക്കാമ ആവശ്യപ്പെട്ടു ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ. എൻ്റെ ഇക്കാമയിലെ എൻ്റെ പേരിൽ അദ്ദേഹം ചെക്ക് എഴുതുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ല, കാശ് ബാങ്ക് അക്കൗണ്ടിലാണ്. എൻ്റെ ഇക്കാമയിലുള്ള പേര് അദ്ദേഹം എൻ്റെ പേരിൽ ചെക്ക് എഴുതുക. ചെക്ക് എഴുതിയിട്ട് പറഞ്ഞു, നീ ഒരു ബാങ്കിൽ പോയിട്ട് ആ പൈസ എടുക്കണം. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും ഒപ്പിട്ട് തരണം, അതൊന്നും വേണ്ട, അതൊക്കെ നീയും ഞാനും തമ്മിലുള്ള ഇടപാട്. എന്നിട്ട് ഇത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പൈസ എത്തിച്ചു കൊടുക്കാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു. എനിക്ക് യാതൊരു കാരണവശാലും അദ്ദേഹം അക്കൗണ്ട് നമ്പർ തന്നില്ല. ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ തരണല്ലേ? എനിക്ക് അക്കൗണ്ട് നമ്പർ ഒന്നുമില്ല എന്ന് സലഫി അപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ ജിദ്ദയിലെ ഒരു സഹോദരൻ്റെ സഹായത്തോടു കൂടി, സയ്യിദ് അലവി അരിപ്ര എന്ന എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ബാങ്ക് വഴിയല്ലാത്ത ഒരു രൂപത്തിൽ ആ കാശ് ഞാൻ അയക്കുകയാണ്. അങ്ങനെ ആ കാശ് അത് അയക്കുകയും അത് ഇവിടെ ലഭിക്കുകയും അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഞാൻ അബ്ദുറഹ്മാൻ സലഫിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്നോട് വളരെ പൊട്ടിത്തെറിച്ചിട്ട്, അബ്ദുറസാഖ്, താങ്കൾക്കും എനിക്കും ഒരു നല്ല വ്യക്തിബന്ധമുണ്ട്, പക്ഷെ താങ്കൾ അത് ദുരുപയോഗം ചെയ്യരുത് എന്നൊരു വാക്ക് എന്നോട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി. കാരണം അത്തരം ഒരു വാക്ക് പിന്നെ എല്ലാ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സ്നേഹിച്ച് നടക്കുന്ന എനിക്ക് അങ്ങനത്തെ ഒരു പ്രയോഗം എന്താണ് സലഫി പറയുന്നത് എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ഫോണ് ഞാൻ അവിടെ എനിക്ക് മൂപ്പര് പറയുന്നില്ല, ഞങ്ങൾ അവിടെ ഫോണ് ഒന്നും പറയാതെ അവസാനിക്കുക ചെയ്തത് യഥാർത്ഥത്തിൽ. പിന്നാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫി എന്നെ വിളിച്ചിട്ട് കരയുന്നത്, ഭയങ്കര കരച്ചിൽ. അപ്പം ഞാനെന്തോ മരണമാണ്, നിങ്ങൾ എവിടെയാണ്? അപ്പം ഞാനിങ്ങനെ പിന്നെ ഇന്നൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഓഫീസിലാണ്. എന്നിട്ട് പറയുന്നത്, ഇന്ന് ഇതാ മടവൂരികളുടെ മഞ്ചേരിയുടെ സമ്മേളനത്തിൽ ഏതോ ഒരു അറബിയിലുള്ള കത്ത് വായിക്കുന്നുണ്ട്. ആ കത്തിൽ
ഞാൻ സഹായം ചോദിച്ചതായി, സാമ്പത്തിക സഹായം അറബി ശൈഖന്മാരോട് ചോദിച്ചതായിട്ടുള്ള കത്താണ്. അത് വായിക്കുന്നത്. എന്താണ് ആ കത്ത് എന്നാ ചോദിക്കണത്. അബ്ദുറസാഖ് എന്താണ് ആ കത്ത്? അപ്പോൾ എനിക്കും ആ കത്ത് എന്താണെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ആദ്യം ഞാൻ ഈ പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ എൻ്റെ കയ്യിൽ നേരിട്ട് ഞാൻ റിയാദിലായിരിക്കെ കൊണ്ടെത്തന്ന കാശാണത്. ഞാൻ ആ കാശ് നിരസിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നെ അത് നിർബന്ധം ചെലുത്തി വാങ്ങാൻ പ്രേരിപ്പിച്ചു. ആ പൈസ ഞാൻ അദ്ദേഹത്തിൻ്റെ തോപിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ സ്വീകരിക്കാത്തൊരു പൈസ നീ എന്തിനാണ് എനിക്ക് വേണ്ടി സ്വീകരിച്ചതെന്ന് സലഫി ചോദിച്ചു. അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമുള്ള സംഭവമാണ്. പിന്നാണ് ഈ കത്ത് കിട്ടുന്നത്. അപ്പം ഞാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാനെ വിളിക്കുകയാണ്. എന്താണ് ഒരു അറബി കത്ത് ഇന്ന് പിന്നെ മടവൂർ വിഭാഗത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ വായിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ സലഫി താങ്കളോട് സാമ്പത്തിക സഹായം ചോദിച്ചു എന്നറിയിച്ചുകൊണ്ടുള്ളൊരു അറബി കത്ത്. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അറബി കത്ത്? അന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് അറിയില്ല ആ കത്ത് എന്താ. എനിക്കും അറിയില്ല. ഇതിൻ്റെ ഒന്നാമത്തെ പ്രതിയായ എനിക്കും അറിയില്ല എന്താണ് ആ കത്ത്. അപ്പോൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ എന്നോട് ആവശ്യപ്പെടുകയാണ് ആ കത്തിൻ്റെ കോപ്പി ഒന്ന് വരുത്തുക. ഞാൻ ഉടനെ സലഫിനെ വിളിച്ചിട്ട് ആ കത്ത് എന്ത് കത്താണത്, എവിടെയാണ് അതുള്ളത്? കത്തിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഇങ്ങക്ക് കിട്ടി? അതാണ് അരീക്കോട് സ്വന്തം സുഹൃത്തായ അരീക്കോട് NV സക്കരിയ വഴിയാണ് അബ്ദുറഹ്മാൻ സലഫിക്ക് ആ കത്ത് കിട്ടുന്നത്. കാരണം അദ്ദേഹം NV സക്കരിയക്ക് കിട്ടുന്നത് ഹുസൈൻ മടവൂരിൻ്റെ ഏതോ വിഭാഗത്തിലെ ഏതോ ആളുകളിൽ നിന്നാണ്. അവർക്ക് കിട്ടുന്നത് അവർ പറഞ്ഞ പ്രകാരം നമ്മളുടെ സലഫി പ്രവർത്തകർ, അറബ് ലോകത്തുള്ള സലഫി പ്രവർത്തകരിൽ നിന്നാണ് ഈ കത്ത് കിട്ടുന്നത്. ആ കത്തിൻ്റെ കോപ്പി കിട്ടിയപ്പോൾ ആ കത്ത് വളരെ ക്ലിയറാണ്. 2-3 കത്തുകളാണ്. ഒന്ന്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ തന്നെയും അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ അബ്ദുറഹ്മാൻ സലഫിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതോ ഷെയ്ഖിന് എഴുതുന്ന ഒരു കത്താണത്. രണ്ടാമത്തെ ഒരു കത്ത് മദീനയിലെ ഡോക്ടർ അഷ്റഫ് മൗലവി, അദ്ദേഹം വലിയൊരു പ്രബോധകനും പണ്ഡിതനുമാണ്. ഈ പ്രസ്ഥാനത്തെ ഞങ്ങളെയൊക്കെ ഇസ്ലാഹി സെൻ്ററുകളുടെയൊക്കെ ഏറെ സഹായിക്കുന്ന ഒരു പണ്ഡിതനാണ് അഷ്റഫ് മൗലവി. അദ്ദേഹം മലയാളിയുമാണ്, പക്ഷേ അദ്ദേഹം അറബ് ലോകത്ത് ദീർഘകാലം ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ അദ്ദേഹം എഴുതിയ കത്താണ്. അത് എഴുതുന്നത് അബ്ദുറഹ്മാൻ സലഫി ഞാൻ അറിയും, കേരളത്തിലെ ഉന്നതനായ ഒരു പണ്ഡിതനാണ്, നദവത്തുൽ മുജാഹിദിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിന് ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സഹായിക്കൽ പിന്നെ പ്രബോധന പ്രവർത്തകർക്ക് മുന്നിൽ നടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ സഹായിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കത്താണ്. അപ്പോൾ ഈ കത്തൊക്കെ ഞാൻ ഈ ഷെയ്ഖ് ഈദാൻ അയച്ചു കൊടുക്കുക. ഇതാണ് കത്ത്. അപ്പോൾ എന്താ സംഭവം? ഷെയ്ഖ് ഈദാൻ പറയാണ്, ഞാനും നീയും പണ്ട് റിയാദിൽ സംസാരിച്ച പ്രകാരം അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നം ആരാ പറഞ്ഞത്? ഞാനാ. എന്തിനാണ് ഇക്കാമക്ക് സൗദിയിൽ ജോലിക്ക് വന്നത് എന്ന ഒരു അറബി ഷെയ്ഖിൻ്റെ ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടിയാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാവും, സാമ്പത്തിക പ്രയാസം, അദ്ദേഹം ജോലി ചെയ്യാൻ വന്നതാവും എന്ന് സ്വാഭാവികമായ അപ്പോഴുണ്ടായ ഒരു പ്രതികരണം. ആ പ്രതികരണത്തിന് ശേഷം അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് തീരുമാനിച്ചു അബ്ദുറഹ്മാൻ സലഫിയെ സഹായിക്കണമെന്ന്. അദ്ദേഹം പൈസക്കാരനല്ല, പക്ഷേ സൗദിയിലെ ഏതെങ്കിലും കാശുള്ള ആളുകൾ ഇരുത്തുന്ന പൈസ വാങ്ങണം. ആർക്ക് വേണ്ടിയാ പൈസ വേണ്ടത്? ഇന്ത്യക്കാരനായ അബ്ദുറഹ്മാൻ സലഫിക്ക്. ഒരു സൗദിക്ക് ഇന്ത്യക്കാരനായ അബ്ദുറഹ്മാൻ സലഫിക്ക് പൈസ വാങ്ങാൻ പറ്റൂല. ആരെങ്കിലും ഒരു ഇന്ത്യക്കാരനെ പരിചയപ്പെടുത്തണം. അതിനു വേണ്ടി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ പറയാണ്, അതിനുവേണ്ടി ഞാൻ ഡോക്ടർ അഷ്റഫ് മൗലവിയെ വിളിച്ചു. അഷ്റഫ് മൗലവി ഇന്ത്യക്കാരനാ, ഒറിജിൻ. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അബ്ദുറഹ്മാൻ സലഫിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് വരണം. ആ കത്തിൽ എഴുതേണ്ട സെന്റൻസുകൾ എന്തായിരിക്കണമെന്ന് ഡോക്ടർ അഷ്റഫ് മൗലവിക്ക് പറഞ്ഞു കൊടുത്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ ആണ് എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാനും ഡോക്ടർ അഷ്റഫ് മൗലവിയുടെ സാന്നിധ്യത്തിൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ജിദ്ദയിൽ വെച്ച് ഞങ്ങളോട് അവർ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ കൊടുത്ത സെന്റൻസ് ആണ് അഷ്റഫ് മൗലവി ഒരു പരിചയപ്പെടുത്തൽ കത്ത്. ആരെ ആവശ്യപ്രകാരം? ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാന്റെ ആവശ്യപ്രകാരം ഒരു കത്ത് കൊടുക്കുന്നത്. ആ കത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ വളരെ വ്യക്തമായി ഡോക്ടർ അഷ്റഫ് മൗലവിയോട് ഉണ്ടായിരുന്നു, ഇത് ഞാനും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു സംഭവമാണ്. ഞാനിങ്ങനെ ഒരു കത്ത് ചോദിച്ചതും നിങ്ങൾ എനിക്കിങ്ങനെ ഒരു കത്ത് തന്നതും ഞാനും നിങ്ങളുമല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ അഷ്റഫ് മൗലവിയോട് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മൊബൈൽ വിളിച്ചാൽ സൗദിയിലെടുക്കും.
അദ്ദേഹം അറബി സംസാരിക്കുന്ന ആളാണ്. നമ്മളെ കൂട്ടത്തിലൊക്കെ ഈ മെയിലുകളൊക്കെ പിന്നെ ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ അറബി സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, മാലോകർക്ക് ഈ കത്തുകൾ ക്യാൻസർ ഒന്ന് എന്താ ഈ ക്യാൻസർ ഒന്നെന്ന് നിങ്ങൾക്കറിയോ? അബ്ദുറഹ്മാൻ സലഫിന്റെ ഒരു മകന് ക്യാൻസർ ആയിരുന്നു. അങ്ങനെയാണ് ആ മകൻ മരണപ്പെട്ടത്. ആ മകന് അള്ളാഹു കൊടുത്ത രോഗത്തിന്റെ പേര് ഈ ലെറ്ററിന് ഫയൽ നെയിം ഇട്ടുകൊണ്ട് അയച്ച നമ്മളെ മുജാഹിദ് പ്രവർത്തകരുടെ മനസ്സിന്റെ ജീർണത എന്തുമാത്രമാണ്. ഈ കത്ത് ഞങ്ങൾ ഇപ്പോഴും ഷെയ്ഖിന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ കത്ത് ഷെയ്ഖെ, നിങ്ങളും അഷ്റഫ് മൗലവിയും പ്രതിയായ ഈ ഒരു സംഭവം അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ. പക്ഷേ തകരുന്നത് അബ്ദുറഹ്മാൻ സലഫി അല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെയാണ് ഇത് വെച്ചിട്ട് തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അപ്പോഴും പറഞ്ഞത് ഒരുപാട് അദ്ദേഹം സമാധാനിപ്പിച്ചു. അബ്ദുറഹ്മാൻ സലഫി ഇതുകൊണ്ട് നേടുകയല്ലാതെ പരലോകത്ത് നേടുകയല്ലാതെ ഒന്നും അബ്ദുറഹ്മാൻ സലഫി പേടിക്കേണ്ടതില്ല. ഇത് ഫിത്നയാണ്, ഫിത്ന അങ്ങനെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ 3-4 കത്തുകൾ. ഈ കത്ത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സലഫി അറിയുന്നതല്ല. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ നല്ലൊരു കാര്യം ചെയ്തതാണ്. ഈ കേരള നദുവത്തുൽ മുജാഹിദിനെയും അതിന്റെ പ്രവർത്തനത്തെയും അതിന്റെ ദൗത്യത്തെയും അതിന്റെ പണ്ഡിതന്മാരെയും അടുത്തറിയുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ അദ്ദേഹം ഒരു കാര്യം അറിഞ്ഞപ്പോൾ, എന്നിൽ നിന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു വലിയ നല്ല കാര്യം. പക്ഷേ അത് വെച്ചിട്ട് പിന്നെ KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി അറബികളോട് ഇരക്കുന്നു, ഫയൽ നമ്പർ 1, അമീറിനോട് ഇരക്കുന്നു, ഫയൽ നമ്പർ 2, മുഴുവൻ മനുഷ്യരോടും ഇരക്കുന്നു. ഇതൊക്കെ മംഗ്ലീഷിൽ ഫയൽ നെയിമാ. ഒരാൾ വിടുമ്പോൾ അങ്ങനെ ഫയൽ നെയിം, വേറൊരാൾ വിടുമ്പോൾ ക്യാൻസർ 1, ക്യാൻസർ 2, ക്യാൻസർ 3. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. ഞാനാണ് അതിൽ 1-ാം പ്രതി. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ അത് നല്ലൊരു കാര്യം ചെയ്തതാണ്. അതിന് കത്ത് കൊടുത്ത ഡോക്ടർ അഷ്റഫ് മൗലവിയുടെ സൗദിയിലെ മൊബൈലിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അദ്ദേഹം മലയാളം സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു തരും ഈ കത്തുകളുടെ ദുരവസ്ഥ. എന്നിട്ടാവാമായിരുന്നില്ലേ ഈ അറബി കത്തുകള് മാലോകർക്ക് ലക്ഷങ്ങൾ ഐഡികളുള്ള വെബ്സൈറ്റിലേക്ക് സലഫി കുട്ടികൾ എന്ന് പറയുന്ന നമ്മളുടെ മക്കള് എഴുതാൻ എന്തുമാത്രം അധപ്പതിച്ചു പോയി. അതുകൊണ്ട് ഇത് ചെയ്ത ആളുകൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാശ്ചാത്തപിക്കണം, ഇതിൽ നിന്ന് പിന്മാറണം. ഇത് നമ്മൾ അബ്ദുറഹ്മാൻ സലഫി സ്വർഗത്തിൽക്കാവ് പോകും. ഇതുകൊണ്ട് ഈ മെയിലുകൾ അയച്ച നമ്മളൊക്കെ അബ്ദുറഹ്മാൻ സലഫി കാരനായി നരകത്തിലേക്ക് പോകും. നമ്മളെ അമലുകൾ എന്തിനാണ് അബ്ദുറഹ്മാൻ സലഫിക്ക് കൊടുത്തിട്ട് അബ്ദുറഹ്മാൻ സലഫി സ്വർഗത്തിൽ പോണേ? എന്തിനാണ് നമ്മളെ അമലുകൾ അബ്ദുറഹ്മാൻ സലഫിക്ക് കൊടുത്തിട്ട് നമ്മൾ നരകത്തിലാവുന്നത്? ഇത് ചിന്തിക്കുക. ഞാൻ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പിന്നെ അറബി ലോകത്തൊക്കെയുള്ള നമ്മളുടെ ഇസ്ലാഹി സലഫി പ്രവർത്തകർ, സഹപ്രവർത്തകർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പാശ്ചാത്തപിക്കുക. പറ്റുമെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയോട് പിന്നെ ക്ഷമ ചോദിക്കുക, അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുക. ഇതിൽ നിന്ന് സഹോദരന്മാരെ സമ്പൂർണ്ണമായി പിരിയാനുള്ള അവസരമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, ആ പൈസ അബ്ദുറഹ്മാൻ സലഫി ഒരു റൂമിൽ നിന്ന് വാശി പിടിച്ചു. ഈ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് നിന്റെ പിന്നെന്താ വലിയ വർത്താനൊന്നും കേൾക്കണ്ട, ആ കാശ് നിന്റെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചയച്ച് ചെക്ക് അയച്ച് ട്രാൻസ്ഫർ ചെയ്ത് ഫോം മഞ്ചേരിയിൽ മടപൂരികൾ വായിക്കുന്നതിന് മുമ്പ് അത് അയച്ച ബാങ്കിന്റെ വർക്കിന്റെ ഡീറ്റെയിൽസ് കോപ്പി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അബ്ദുറഹ്മാൻ സലഫിനോട്, സലഫി ഇത് രാവിലെ ഒരു 10 മണി സൗദി ടൈമിനാണ് ഈ വിളിയൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ സലഫി, കാരണം നമ്മൾ ചെയ്തൊരു തെറ്റല്ലേ, സലഫിനോട് പറഞ്ഞു, സലഫി അതൊക്കെ ചെയ്തു തരാം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഞാൻ അതൊക്കെ ചെയ്തിട്ടേക്കാം. എന്നിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും മറ്റൊക്കെ ഉള്ള കാശുകളിലെ അക്കൗണ്ട് റെഡിയാക്കി പിന്നെ ആ കാശിന് ചെക്ക് എഴുതി പിന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ കോപ്പി അബ്ദുറഹ്മാൻ സലഫിക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ കോപ്പി പടി അയച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ സലഫി ആ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഒരു കാര്യം ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഇത് ഇത്രയും ഈ ഒരു സംഭവം ചിലപ്പോൾ ഇത് ഒരുപക്ഷെ അബ്ബാസ് സാഹിബ്, റസാഖ്, സലഫി ഇതൊക്കെ യാദൃച്ഛികമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതാകാം. ഇത് പറയാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു ഒരുപക്ഷെ ഈ ഒരു അവസരം ഉണ്ടാക്കിയത്. എല്ലാവരും സാക്ഷികളുണ്ട്. ഇതുപോലൊരു അവസരം വേറൊരു സദസ്സിൽ കിട്ടിക്കണമെന്നില്ല. ഇത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, അഥവാ ഈ കത്ത് മദീനയിൽ നിന്നോ ചില ഫയലുകളിൽ നിന്ന് എടുത്ത് കേരളത്തിലെ മടവൂരികൾക്ക് അയച്ചു കൊടുത്ത് അത് പ്രസംഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അത് പിന്നെ അബ്ദുറഹ്മാൻ സലഫി തന്നെ അറിഞ്ഞ് ആ വിവരം മഞ്ചേരി പ്രദേശങ്ങളിൽ ചില ആളുകൾ ഈ കത്ത് ഫോട്ടോ കോപ്പി എടുത്ത് നമ്മുടെ ചില പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്തപ്പോൾ ഇതിന്റെ നിജാവസ്ഥ അറിയാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയുടെ വീട്ടിൽ ഇത് അറിഞ്ഞ അന്ന് രാത്രി ഞാനും എന്നോടൊപ്പം ശുക്കൂർ സലാഹിയും ചെന്നു.
എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇതിന്റെ നിജാവസ്ഥ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തന്റെ ഫയല് തുറന്നിട്ട് ഷെയ്ഖ് ഈദാൻ അയച്ച കത്ത്, അതുപോലെ തന്നെ അഷ്റഫ് മൗലവി അയച്ച കത്ത്, ഇതിൽ അബ്ദുറഹ്മാൻ സലഫി നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഈദാനും അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന അഷ്റഫ് മൗലവിയും അയച്ച കത്ത് അദ്ദേഹം തുറന്നു കാണിച്ചു തന്നു. ഞങ്ങൾ ചോദിച്ചു എങ്കിൽ ഈ കത്ത് ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ പലരും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, ഇത് പുറത്ത് വിട്ടുകൊള്ളട്ടെ എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ്. ആ കത്ത് പോലും അഥവാ അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് അറബിയിൽ അഷ്റഫ് മൗലവി എഴുതിയ കത്തും ഷെയ്ഖ് ഈദാൻ എഴുതിയ കത്തും ഇന്നും അദ്ദേഹത്തിന്റെ ഫയലുണ്ട്. ഈ പരിപാടി കഴിഞ്ഞ് ഇടവണ്ണക്ക് പോവാണെങ്കിൽ അദ്ദേഹം ഫയൽ തുറന്നത് കാണിച്ചു തരും. ഇന്നുമുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും അതുപോലെ തന്നെ ഈ ഇന്നോവ ഇദ്ദേഹം സലഫി വന്ന വണ്ടിയുടെ ഡ്രൈവറും സലഫിയും അതുപോലെ തന്നെ ഹനീഫും കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പരിപാടിക്ക് വരുന്ന വഴിക്ക് ഞാൻ ഇന്നും പറഞ്ഞു സലഫി ആ കത്ത് പുറത്ത് വിട്ടുകൂടെ, ആ 2 കത്ത് നിങ്ങൾ പുറത്ത് വിട്ടുകൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, അതെന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സംഗതിക്ക് സംഘടന ചാനൽ ഉപയോഗിക്കേണ്ട എന്നാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മദീനയിൽ ജോലി ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി വിളിച്ചിട്ട് നിങ്ങളുടെ പിതാവിന്റെ പേര് പറഞ്ഞും അബ്ദുറഹ്മാൻ സലഫിയുടെ മകന്റെ പേര് പറഞ്ഞും അബ്ദുറഹ്മാൻ സലഫി പിരിവ് നടത്തിയ പേരും നിങ്ങൾ അറിയോ എന്ന് മദീനയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് പരിചയപ്പെടുത്തി അബ്ദുള്ള സുല്ലമിക്ക് വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് കേരളമൊട്ടാകെ വിതരണം ചെയ്ത ആളുകളുണ്ട്. കേരളമൊട്ടാകെ അത് വിതരണം ചെയ്തു. സ്വന്തം ജ്യേഷ്ഠനെ വിളിച്ചിട്ട് ഈ രൂപത്തിൽ ആരോപണം അനുജന്റെ പേരിൽ പറഞ്ഞിട്ട് വാപ്പയുടെ പേരിൽ പിരിവ് നടത്തി എന്ന് പറഞ്ഞ് മകന്റെ പേരിൽ പിരിവ് നടത്തി എന്ന് പറഞ്ഞ് അതിവിടെ SMS ചെയ്ത അതുപോലെ തന്നെ പരസ്പരം സെൻഡ് ചെയ്ത് കളിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫോൺ വിളിച്ച അബ്ദുള്ള സുല്ലമിക്ക് ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞ ആള് മദീനയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ മദീനയിൽ നിരന്തരം ക്ലാസ് എടുക്കുന്ന ആളാണ് അഷ്റഫ് മൗലവി. നിങ്ങൾ മനസ്സിലാക്കണം, നേർക്ക് നേരെ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അഷ്റഫ് മൗലവിയോട് ചോദിച്ചാൽ മതി. അപ്പോ മാന്യ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് ഈ ചോദ്യകർത്താവിന് വേണ്ടി പറയാം, നാളെ ഇത് ക്ലിപ്പിട്ടിട്ട് ഇറക്കണം എന്തായിരിക്കും അറിയോ, അബ്ദുറഹ്മാൻ സലഫിയുടെ നാടകം എന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിത് ചോദിച്ചത് ഏതർത്ഥത്തിലാ നമുക്ക് അറിഞ്ഞുകൂടാ. നാളെ ഇത് വരിക അബ്ദുറഹ്മാൻ സലഫിയുടെ നാടകം എന്നായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും അത് പറയാനും ഇത് ഹക്ക് ബോധ്യപ്പെടുത്താനുമുള്ള ഒരു അവസരം കിട്ടി. അൽഹംദുലില്ലാ. ആ രൂപത്തിൽ ആരെങ്കിലും ഈ പറയുന്ന വ്യക്തിഹത്യയിൽ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കുക എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ.